ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കൽബയിൽ കൽബ എന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇഷ്ടംപോലെ കുറേ മരങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ മാംഗ്രോവ്സ് ആണ്, കണ്ടൽ മരങ്ങൾ. നമ്മളെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ കണ്ണൂർ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാംഗ്രോവ്സ് കാണുന്നത്. അപ്പോൾ കൽബയിൽ കൽബ എന്ന സ്ഥലത്താണ് ഈ ഒരു മാംഗ്രോവ്സ് ഉള്ളത്. ആക്ച്വലി കൽബ ഷാർജൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം റീസെൻ്റായിട്ടാണ് ഈ ഒരു മാംഗ്രോവ്സിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഇനാഗ്രേഷന് ഷാർജൻ്റെ റൂളറൊക്കെ വന്നിട്ട് ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞത്. അപ്പം ഇതിൽ കുറേ ആനിമൽസും കുറേ പലതരം ആമകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കൽബനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3-4 വർഷത്തിന് മുന്നേ വന്നതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ബിൽഡിംഗ് ആയിട്ടും കൾച്ചറൽ സെൻ്ററായിട്ടും ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു മാംഗ്രോവ്സിൻ്റെത് ഒരു അപ്കമിങ് അട്രാക്ഷൻ തന്നെയാണ്. നമ്മുടെ കൽബയുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു മാംഗ്രോവ്സ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉപ്പുവെള്ളത്തിലാണല്ലോ മാംഗ്രോവ്സ് വനങ്ങളൊക്കെ ഉണ്ടാകാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് കൽബ ഈ ഒരു മാംഗ്രോവ്സിനെ ഡെവലപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റൊക്കെ വെച്ചിട്ട് അതിലുള്ളിൽ ഒരു ടൂറിസം പോലെ തന്നെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ വെച്ചിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും എങ്ങനെ ഈ ഒരു അങ്ങോട്ടേക്കുള്ള എൻട്രിയും കാര്യങ്ങളും ഇതിലൂടെയൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇതുപോലത്തെ കുറേ മരങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒരു ചെറിയ ഒരു ബുഷി ടൈപ്പ് മരങ്ങൾ. ഇത് തിക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ഏകദേശം പുറത്തുനിന്ന് വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറേ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അതിൽ കുറേ ചെറിയ ചെറിയ കിളികളുണ്ട്. ഭയങ്കര സൗണ്ട്, കിളികളെ സൗണ്ട് ഭയങ്കര രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. UAEയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, ഇവിടെ ധാരാളം മരങ്ങൾ ഇഷ്ടം പോലെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ട് കൃത്യമായിട്ട് കുറേ കാടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചില ഏരിയകളിലൊക്കെ ദുബായിലൊക്കെ അത് മാംഗ്രോവ്സ് തന്നെ പല എമിറേറ്റ്സിലും അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മൊത്തം വേലി കെട്ടിയതാണ് കേട്ടോ, ഒരു ഇതുപോലെ അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല, അപ്പുറത്തെ സൈഡിലായിരിക്കാം. ജസ്റ്റ് റീസെൻ്റായിട്ട് ഞങ്ങൾ പോയ സമയത്തൊന്നും ഇതിൻ്റെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത് ഏപ്രിൽ 13-ാം തീയതിയാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് അവിടെ ആ ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി, അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് സംഭവം എന്നറിയില്ലല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി പോന്നു. ഞങ്ങൾ ഏകദേശം 11 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ലൊരു മരത്തിൻ്റെ തണൽ നോക്കിയിട്ട് അതിന് ചുറ്റിലും ഇങ്ങനെ പായൊക്കെ ഇട്ടിട്ടിരുന്നു. നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല കുറച്ച് തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ അങ്ങനെ ആവാത്ത ചൂടും ഒന്നുമില്ല, അതോ അനുഭവപ്പെടില്ല കാറ്റുണ്ടായതുകൊണ്ട് തന്നെ. കുട്ടികളെന്തോ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്തോ ഒരു കായ കിട്ടിയെന്ന് പറഞ്ഞിട്ട്, നാട്ടിലൊക്കെ നമ്മൾ ഈ ചീനി മരമല്ലേ, ചീനി മരത്തിൻ്റെ ഒക്കെ അതേ ആ ഒരു ടൈപ്പ് മരം തന്നെയാണ് കേട്ടോ അത്. എൻ്റെ അടിയിൽ നിന്ന് ഏതൊരു കായ കിട്ടിയിട്ട് അത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന കായണെന്നൊക്കെ പറഞ്ഞിട്ട് പൊളിച്ചു വെക്കുകയാണ്. അതാ അതുപോലെ ഇപ്പോൾ ആ ഒരു നാട്ടിലൊക്കെ കാണുന്ന മരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നാട്ടിലൊരു ഫീലിംഗ് അത് കണ്ട് ഞങ്ങൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ കുറേ നേരം കായൊക്കെ പൊറുക്കി അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ സീഡ്സൊക്കെ എടുത്തിട്ട് കുറേ നേരം അങ്ങനെ കളിച്ചു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനൊന്നും അത്ര സൗകര്യമില്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് സ്കേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു, പക്ഷേ വേണ്ടത്ര കളിക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പില്ലെങ്കിലും കാറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒരു ഇത്ര ചൂട് അനുഭവപ്പെടില്ലായിരുന്നു. എങ്കിലും ആ ചൂടത്തും അവർ കുറച്ചൊക്കെ സ്കേറ്റ് ചെയ്ത് കളിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ എൻജോയ് ചെയ്തു.
നടക്കുമ്പോഴാണ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് കുറേ ജോഗിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയത്. അങ്ങനെ അവർ അവിടേക്ക് പോയി. അവിടെ കുറേ ജോഗിങ്ങിൻ്റെ എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വെയിലത്തതാ കുറേ നേരം അവരതിൽ സ്പെൻഡ് ചെയ്തു. എന്തായാലും അവരെല്ലാ മെഷീനും എക്സസൈസ് ചെയ്യുന്ന എല്ലാ മെഷീനും പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാത്തിലും കയറി എല്ലാം ചെയ്തു. അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട് എല്ലാവരും. നല്ല വെയിലാണ്, അത്യാവശ്യം വെയിലുണ്ട്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു മരം കണ്ടപ്പോൾ അതിൻ്റെ താഴെ പായൊക്കെ ഇരുന്നതാണ്. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈവനിങ്ങിലൊക്കെ ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നടക്കുന്ന പാത്ത്. നമ്മൾ നേരത്തെ കണ്ടില്ല മാംഗ്രോവ്സ്, അതിന് ചുറ്റും നടക്കുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നടന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ജോഗിങ് ചെയ്യുന്നത്. ഒരു 2-2.5 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കാം നമുക്ക്. അവരെ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നു. അതിന് ശേഷം പിന്നെ അവർക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു ഈത്തപ്പന മരം കണ്ട് അതിൽ അള്ളി പിടിച്ച് കയറാൻ നോക്കി. എല്ലാവരും കൂടിയും കയറി. പക്ഷെ നമ്മുടെ നാട്ടിലെ മരം പോലെ അല്ല കേട്ടോ, ഇതിൽ നമുക്ക് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ കയറാൻ പറ്റുന്നുണ്ട്. പക്ഷേ കാലെങ്ങാനും വിട്ട് താഴോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലോണം ഭരിക്കും പറ്റാനും ചാൻസ് ഉള്ളൊരു മരം തന്നെയാണ്. എന്തായാലും അവർ പറ്റി പിടിച്ച് അതിൻ്റെ മുകളിൽ കയറി. അപ്പം ഞങ്ങൾക്ക് തോന്നി ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ. അങ്ങനെ ഞങ്ങളൊരു കോമ്പറ്റീഷൻ വെച്ചു. മരം കയറിയിട്ട് ആരാണ് ആദ്യം എത്തുന്നത് അവർ വിന്നാവും. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും പെട്ടെന്ന് മുകളിലെത്തുന്ന ആളായിരിക്കും വിന്നാവുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, റെഡ് കളറ് ടീഷർട്ട് ഇട്ട മെഹാ ഖദീജയാണ് വിന്നായിട്ടുള്ളത്. ആളാണ് ഏറ്റവും ഉയരത്തിൽ കയറാൻ പറ്റിയിട്ടുള്ളത്. ഇനി മുകളിലോട്ട് കയറുമായിരുന്നു, പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല, ഇനി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ വിജയിയായിട്ട് അവളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ വിജയിയായ മന്നുവിന് അവളെ ആൻറ്റിയായ നീതു സമ്മാനവും നൽകി. അങ്ങനെ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ച സമയമായി, നല്ലവണ്ണം വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ മടങ്ങി. എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഒരു ദിവസം. അങ്ങനെയാണ് ഞങ്ങൾ കൽബയിലാണ് അവരുടെ വീട്. അങ്ങനെ കൽബയിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞങ്ങൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്തു. നല്ല എൻജോയ് ചെയ്തു. അതുപോലെ ഈവനിങ്ങിൽ ഞങ്ങളൊരു ഡക്ക് പോണ്ടിൽ പോയിരുന്നു, ഉൾഭാഗത്തേക്കുള്ള. അതിൻ്റെ കാഴ്ച നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.